വെൽക്കം. നമ്മുടെ നാട്ടിൽ പാരൻസിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് മിക്കപ്പോഴും കുട്ടികൾ അവരുടെ കരിയറും അതിനു വേണ്ട പഠനവും സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അവരുടെ ഏറ്റവും അനുയോജ്യമായ പാഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതിലൂടെ അവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രൊഫഷനും സെലക്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഇതാണ് ഇന്നത്തെ നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ അവസ്ഥ. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് വളരെ നന്നായി പെർഫോം ചെയ്യുന്ന കുട്ടികൾ പ്രൊഫഷണൽ കോഴ്സിൽ ചേരുമ്പോൾ പരാജയപ്പെട്ടു പോകുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. കുട്ടികളുടെ വ്യത്യസ്തമായ ബുദ്ധിശേഷി തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായ വിദ്യാഭ്യാസം നൽകാൻ കഴിഞ്ഞാൽ എല്ലാവർക്കും മെച്ചപ്പെട്ട ജീവിത വിജയം നേടാൻ കഴിയും. ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി പ്രൊഫസറായിരുന്ന ഡോക്ടർ ഹോവേർഡ് ഗാർണർ മനുഷ്യന് 9 തരം ഇൻ്റലിജൻസ് ഉള്ളതായി പറയുന്നു. ഈ 9 ഇൻ്റലിജൻസിലും ഓരോ കുട്ടികളിലും 1-2 ഇൻ്റലിജൻസ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. അദ്ദേഹം ഇതിനെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്നാണ് വിളിച്ചിരുന്നത്. ഏത് ഇൻ്റലിജൻസ് ആണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നതെന്നറിയാൻ സാധാരണഗതിയിൽ സൈക്കോമെട്രിക് ടെസ്റ്റുകളാണ് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും ആക്യുറസി ഉള്ളതായി കണ്ടെത്തിയിട്ടുള്ളത് ബയോമെട്രിക് ടെസ്റ്റുകൾക്കാണ്. ഇതിൽ ഏറ്റവും അധികം പോപ്പുലർ ആയത് ഡെർമറ്റോഗ്ലിഫിക് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് അഥവാ DMIT ആണ്. നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് പാറ്റേൺസ് ബ്രെയിനുമായി കണക്റ്റഡ് ആണെന്ന് ഗവേഷകർ പറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജന്മസിദ്ധമായ കഴിവുകൾ നമ്മുടെ വിരൽ തുമ്പിലൂടെ അറിയാൻ സാധിക്കുന്നു. അതായത് അതിനായി നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് അനലൈസ് ചെയ്താൽ മതിയാകും. നമ്മുടെ പേഴ്സണാലിറ്റി, ലേണിംഗ് സ്റ്റൈൽ, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, ന്യൂറോൺ ഡിസ്ട്രിബ്യൂഷൻ, കോഷ്യൻസ്, പ്രൊഫഷണൽ കരിയർ പ്രിഫറൻസ് എന്നിങ്ങനെ നമ്മളുടെ ലൈഫിന് ആവശ്യമായ വിവരങ്ങൾ ഈ DMIT ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാം. DMIT ടെസ്റ്റ് ഒരു റെഫറൻസിനോ ഗൈഡൻസിനോ ആണ് ഉപയോഗിക്കുന്നത്. ഇനി DMIT ടെസ്റ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. DMIT ഫിംഗർ പ്രിൻറ്റ് എടുക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. DMIT സോഫ്റ്റ്വെയറിൽ ക്ലിക്ക് ചെയ്യുക. യൂസർ നെയിം അല്ലെങ്കിൽ യൂസർ ഐഡിയും പാസ്വേഡും എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം ന്യൂ യൂസർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. DMIT ടെസ്റ്റ് എടുക്കേണ്ട വ്യക്തിയുടെ വിവരങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുക. എല്ലാ ഡീറ്റെയിൽസും നിർബന്ധമായും കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ആഡ് യൂസർ ആൻഡ് സ്കാൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്കാനിംഗ് വിൻഡോ ഓപ്പൺ ആയി വരുന്നത് കാണാം. സ്കാനിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സ്കാനിംഗ് ഡിവൈസ് ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ കണക്ട് ചെയ്തിരിക്കണം. അതിനുശേഷം സ്കാനിംഗ് ഇടത് കൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. L1 എന്നാൽ പെരുവിരലും, L2 ചൂണ്ടുവിരലും, L3 നടുവിരലും, L4 മോതിരവിരലും, L5 ചെറുവിരലുമായും കണക്കാക്കപ്പെടുന്നു. ഈ ഓർഡറിൽ സ്കാൻ ചെയ്യുക. ഇതുപോലെ വലതു കൈയിലെ വിരലുകളും സ്കാൻ ചെയ്യുക. ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ ആദ്യം വിരൽ തുമ്പിൻ്റെ സെൻറ്റർ പൊസിഷൻ എടുക്കുക. തുടർന്ന് ഇടതുവശവും പിന്നെ വലതുവശവും സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്യുമ്പോൾ ഡെൽറ്റയും കോർ പോയിൻറ്റും നിർബന്ധമായും ക്ലിയർ ആയിരിക്കണം. അങ്ങനെ 10 വിരലുകളുടെയും 30 ആംഗിൾസും എടുക്കണം. വിരൽ വച്ച ശേഷം ഗ്രീൻ ബോർഡർ വരുമ്പോൾ കീബോർഡിൽ എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ പ്രിൻ്റ് സേവ് ആകൂ. എല്ലാ പ്രിൻറ്റും സ്കാൻ ചെയ്ത ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ DMITക്ക് വേണ്ട അടിസ്ഥാന വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞു. ഈ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ DMIT റിപ്പോർട്ട് തയ്യാറാക്കി ലൈഫ് ലൈൻ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങളുടെ DMIT റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു കരിയർ ഗൈഡൻസ് കൗൺസിലിംഗ് കൂടി നിങ്ങൾക്ക് ലൈഫ് ലൈനിൽ നിന്ന് ലഭിക്കുന്നതാണ്.